നമസ്കാരം. ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയാൽ അത് വൃത്തിയായി പാലിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ അത് ഒട്ടും പാലിക്കാതെ ആ കരാറെല്ലാം തന്നെ ലംഘിച്ച് രാത്രികാലങ്ങളിൽ ഭാരതത്തിന് നേരെ അവർ വെടി ഉതിർത്തുമായിരുന്നു. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഒരു കരാറിൽ ഒപ്പിട്ടാൽ ആ കരാർ അക്ഷരം പ്രതി പാലിക്കുക, അതാണ് നമ്മുടെ നയം. നമ്മുടെ ഭാരതത്തിന്റെ പട്ടാളക്കാരെ ചതിച്ച രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും. അതിന് തിരിച്ചടി ഇന്ത്യ എങ്ങനെ നൽകിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഗാൽവാൻ താഴ്വരയിലെ ആക്രമാസക്തമായ സംഘർഷത്തിന്റെ കഥ ഇപ്പോൾ സിനിമയായി പുറത്തു വരികയാണ്. ധീരരായ ബീഹാറി സൈനികരുടെ വീരഗാഥ കേട്ടാൽ ഓരോ ഭാരതീയനും രക്തം തിളയ്ക്കുക തന്നെ ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിൽ നിന്ന് വിപരീതമായി ഗാൽവാനിലെ പെട്രോളിംഗ് പോയിന്റ് 14 നിന്ന് ചൈനീസ് സൈന്യം പിന്മാറാതെ ഇന്ത്യൻ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കടക്കുകയായിരുന്നു. ഇത് പ്രതിരോധിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ സൈനികർക്ക് ജീവത്യാഗം സംഭവിച്ചത്. എണ്ണത്തിൽ വളരെ കുറവായിരുന്നിട്ടും 7 മണിക്കൂറോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ചൈനീസ് സൈന്യത്തെ പ്രദേശത്ത് നിന്നും തുരത്താൻ ഇന്ത്യൻ സൈനികർക്കായി. ചൈനീസ് ഭാഗത്തും നിരവധി നാശനഷ്ടം ഉണ്ടായെങ്കിലും എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്ന കാര്യം വെളിപ്പെടുത്താൻ ചൈനീസ് സൈന്യം തയ്യാറായിട്ടില്ല. 50ഓളം ചൈനീസ് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈന്യത്തിന് നേരെ ബീഹാർ റെജിമെന്റ് നടത്തിയ ആക്രമണം സൈനിക ചരിത്രത്തിലെ ഏറ്റവും ധീരവും മാരകവുമായ ആക്രമണമായാണ് അറിയപ്പെടുന്നത്. ബീഹാർ റെജിമെന്റിന്റെ 16ാം ബറ്റാലിയനിലെ കമാൻഡിംഗ് ഓഫീസർ, അതായത് 16 ബീഹാർ യൂണിറ്റിലെ കേണൽ ബി സന്തോഷ് ബാബു, ചൈനയുടെ വഞ്ചനയിൽ വീരമൃത്യു വരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡും 2 യുവ ഓഫീസർമാരും യൂണിറ്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ബീഹാർ റെജിമെന്റിലെ ശക്തരായ കമാൻഡുകളോടൊപ്പം ചൈനീസ് ക്യാമ്പ് ആക്രമിച്ചു. ഈ ധീരരായ ബീഹാറികൾ ശത്രുവിന് നേരെ ഒരു വെടിയുണ്ട പോലും വെടിവെച്ചില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം LCയുടെ 2 കിലോമീറ്ററിനുള്ളിൽ വെടിവെപ്പോ ഷെല്ലാക്രമണമോ ഉണ്ടാകരുത്. കേണൽ സന്തോഷിന്റെ മരണത്തിന് ശേഷം ഏകദേശം 300 സൈനികരും ക്യാപ്റ്റൻ ലെവൽ 2 ഓഫീസർമാരും രാത്രിയിൽ തന്നെ ചൈനീസ് ക്യാമ്പ് ആക്രമിച്ചു. പർവ്വതത്തിൽ ഇരുന്ന ചൈനീസ് പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരെ കല്ലെറിഞ്ഞെങ്കിലും ധീരരായ ബീഹാറികൾ ക്യാമ്പിലെത്തി. ജയ് ബജ്റംഗ് ബലി എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യൻ പട്ടാളക്കാർ ചൈനീസ് ക്യാമ്പിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. അടിച്ചങ്ങ് കയറി ഇന്ത്യൻ പട്ടാളക്കാർ. ഇത്തവണ ഇന്ത്യൻ പട്ടാളക്കാർ വടികളും ബയണറ്റുകളുമായാണ് എത്തിയത്. ചൈനീസ് ക്യാമ്പിൽ പരിഭ്രാന്തി പടർന്നു. മണിക്കൂറോളം പോരാട്ടം തുടർന്നു. കമാൻഡോകൾ കുറഞ്ഞത് 15 ചൈനീസ് സൈനികരുടെ കഴുത്ത് ഒടിച്ചുവെന്നും അവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇന്ത്യൻ ചൈനീസ് സൈനികരുടെ ഭാരത്താൽ ചൈനീസ് ക്യാമ്പ് സ്ഥാപിച്ചിരുന്ന കൂന് ഇടിഞ്ഞു വീണു. അതോടൊപ്പം ഇരുവശത്തുമുള്ള സൈനികർ തണുത്ത ഗാൽവാൻ നദിയിലേക്ക് വീണു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം ഗാൽവാൻ താഴ്വരയിലെ ആക്രമാസക്തമായ സംഘർഷത്തിൽ കേണൽ സന്തോഷ് ബാബു ഉൾപ്പെടെ ആകെ 20 സൈനികർ വീരമൃത്യു വരിച്ചു. ഏകദേശം 18 ഇന്ത്യൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 58 സൈനികർക്ക് നിസ്സാര പരിക്കേറ്റു. കുറഞ്ഞത് 40 ചൈനീസ് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 150 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാൽവാൻ നദിയുടെ ഒഴുക്ക് തടഞ്ഞുകൊണ്ടാണ് നദിയുടെ ചൈനീസ് സൈനികരുടെ മൃതദേഹം പുറത്തെടുത്തത്. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ ചൈനീസ് സൈന്യത്തിന് ഹെലികോപ്റ്ററുകൾ വിന്യസിക്കേണ്ടി വന്നു. ഇന്ത്യൻ സർക്കാർ മന്ത്രിയും മുൻ കരസേനാ മേധാവിയുമായ ജനറൽ VK സിംഗ് തന്നെ ചൈനീസ് സൈന്യത്തിനുണ്ടായ വലിയ നഷ്ടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബീഹാർ റെജിമെന്റിന്റെ ധീരതയെയും ധൈര്യത്തെയും അഭിവാദ്യം ചെയ്യുന്നതിനായി കരസേനയുടെ നോർത്തേൺ കമാൻഡ് കരം ഹി ധരം എന്ന പേരിൽ ഒരു വീഡിയോ പുറത്തിറക്കി. ഇത് ബീഹാർ റെജിമെന്റിന്റെ മുദ്രാവാക്യമാണ്. ചൊവ്വാഴ്ചയാണ് ഇന്ത്യൻ സൈന്യം ചൈനീസ് ക്യാമ്പ് നശിപ്പിച്ച് ചൈനീസ് സൈന്യത്തിന്റെ നട്ടെല്ല് തകർത്തത്. ചൊവ്വാഴ്ച ബജ്റംഗ് ബലി ദിനമാണ്. ജയ് ബജ്റംഗ് ബലി എന്നത് ബീഹാർ റെജിമെന്റിന്റെ മുദ്രാവാക്യവുമാണ്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം.
രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.